തിരഞ്ഞെടുപ്പ് ചൂടിന്റെ പാരമ്യത്തിലാണ് പത്തനംതിട്ട മണ്ഡലം. മണ്ഡലം രൂപീകൃതമായ 2009 മുതൽ ഒരേ ഒരു MP കോൺഗ്രസിന്റെ ആന്റോ ആന്റണി. മണ്ഡലം തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ CPM നിയോഗിച്ചത് കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്കിനെ. ഭക്തിയും വിപ്ലവവും സമന്വയിപ്പിച്ച് രൂപീകൃതമായ പത്തനംതിട്ട മണ്ഡലം. ഈ മണ്ഡലത്തിൽ BJP ഇറക്കിയത് ദേശീയ വക്താവ് അനിൽ ആന്റണിയെ. കാര്യങ്ങൾ കലാശപ്പോരിലേക്ക് എത്തുമ്പോൾ ജനമനസ്സാർക്കൊപ്പം കലാശപ്പോര് എത്രത്തോളം ആവേശം കാണാം. നേരിൽ ആവേശപ്പോരിന്റെ നേർക്കാഴ്ച. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെനിക്ക് അഡ്വാൻറ്റേജാ. ഇടി തപ്പി തപ്പി നടന്നിട്ട് അവസാനം എൻ്റെ 20,000 പുസ്തകം കണ്ടത്. എന്ത് ചെയ്യാം? അങ്ങനെയൊക്കെ ഈടിയെ വെല്ലുവിളിച്ച് കിടക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതൊക്കെ നമ്മൾ വഴങ്ങണില്ല, ഫൈറ്റ് ചെയ്യും. അനിൽ ആന്റണിക്കെതിരായ ഈ വെള്ളാളിന്റെ ആരോപണമൊക്കെ വലിയ വിവാദവും ചർച്ചയൊക്കെ ആയതാണ്. പക്ഷേ ഞാൻ എപ്പോഴും ശ്രമിച്ചൊരു കാര്യം, സാർ ആ ഒരു വിഷയത്തിൽ ഭയങ്കര പക്വമായിട്ടാണ് പ്രതികരിച്ചത്. ഇപ്പോൾ സാധാരണ എതിർ സ്ഥാനാർത്ഥി പ്രതികരിക്കുന്ന പോലത്തെ ഒരു വിദ്വേഷകരമായ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു വെല്ലുവിളി അങ്ങനെ ഒന്നും സാറിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഞാനിപ്പോൾ ഇത് ഏറ്റുപിടിച്ച് കിടക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒന്ന് എനിക്കതിന് ബോധ്യമോ തെളിവുമില്ല. ജനങ്ങളെല്ലാവരും എനിക്ക് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം. പത്തനംതിട്ടയെ സംബന്ധിച്ച് മാത്രമല്ല കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണെങ്കിലും ഒരു പുതുമുഖമാണ്, സർപ്രൈസ് കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ ജനങ്ങളുടെ ആ ഒരു സ്വീകരണം, ആവേശം അതൊക്കെ എത്രത്തോളമാണ്? വളരെ ജനങ്ങളെല്ലാവരും എന്നെ വളരെ വാത്സല്യത്തോടു കൂടെയും സ്നേഹത്തോടെയുമാണ് ഞാൻ എല്ലായിടത്തും പോകുമ്പം സ്വീകരിക്കുന്നത്. ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്ന് ഇവിടുത്തെ കണക്ടിവിറ്റി പ്രോബ്ലമാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഇതിനകത്ത് നിൽക്കുന്നു. ഈ റോഡുകളുടെ സ്ഥിതി കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ കഴിഞ്ഞ 4 ദിവസവും കൊണ്ട് ഈ 5 ദിവസം ഇതിലിരുന്ന് എൻ്റെ നടുവോടിയാറായി. കാര്യം ഇവിടുത്തെ റോഡുകളുടെ വിഷയമാണത്. അപ്പോൾ അപ്പം അതേസമയം ശ്രീ നരേന്ദ്രമോദിജി വന്നു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖല കണക്ടിവിറ്റിയാണ്. ഈ TG നന്ദകുമാർ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ വാസ്തവമുണ്ടോ? എൻ്റെ മൊമെന്റം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. ഇദ്ദേഹം അത് കാരണം ഇതിനെക്കുറിച്ച് അധികം ഒന്നും പ്രതികരിക്കാനില്ല. പിന്നെ ഇപ്പോൾ ഈ അടുത്ത 12-13 ദിവസം ഞാൻ തെരഞ്ഞെടുപ്പിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നിയമ നടപടി എല്ലാം ഞാൻ തീർച്ചയായിട്ടും അത് എടുക്കും. നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ അത് എപ്പോഴും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എനിക്ക് തോന്നുന്നു അനിലേട്ടൻ്റെ വാക്കുകൾ പലപ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതൊക്കെ ആ ഒരു രീതിയിലാണ്. നമുക്ക് വേറൊരു പേഴ്സണൽ ഒരു സാധനം ഇല്ലാതെ എല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കുന്ന ഒരു തനി യുവാവിനെയാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. അപ്പോൾ അച്ഛനാണ്. അപ്പോൾ പേഴ്സണലി കുറച്ചൊരു വിഷമം തോന്നിയോ ആ സമയത്തൊക്കെ? ഇല്ല, ഒരു വിഷമം തോന്നിയില്ല. എൻ്റെ പപ്പ ശ്രീ AK ആന്റണിയോട് എനിക്ക് വളരെ ബഹുമാനവും സ്നേഹവുമുള്ള എന്ന ജീവിതത്തിൽ തന്നെ ഏറ്റവും സ്നേഹവും ബഹുമാനവും ഉള്ള വ്യക്തി തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് എനിക്ക് യോജിക്കുന്നില്ല. അത് ഇന്നല്ല, അത് പാർട്ടി വിട്ട സമയത്ത് ഞാൻ പറഞ്ഞതാണ്. ഓരോ വർഷവും 2 കോടി ചെറുപ്പക്കാർക്ക് പുതിയ തൊഴിൽ നൽകും. 10 വർഷം കൊണ്ട് 20 കോടി ആളുകൾക്ക് തൊഴിൽ നൽകണം. ഈ വമ്പൻ ആവേശം അത് കാണുമ്പോൾ പത്തനംതിട്ടയ്ക്ക് ഇനിയൊരു MP ഉണ്ടാകില്ല എന്ന് തന്നെയാണോ നമ്മൾ വിചാരിക്കേണ്ടത്? ഇനി ആന്റോ ആന്റണി തന്നെയാണ് അവരുടെ MP, അങ്ങനെ വിശ്വസിക്കാമോ? ജനങ്ങൾ വലിയ സ്നേഹവും പിന്തുണയും നൽകുന്നുണ്ട്. ഞാൻ MP ആയി പിന്നിട്ട് ഓരോ ദിവസങ്ങളും ഇവിടുത്തെ സാധാരണക്കാരോടൊപ്പമാണ്. ഇവിടുത്തെ കൃഷിക്കാരും തൊഴിലാളികളും പാവപ്പെട്ടവരുമായ സാധാരണ ജനങ്ങളോടൊപ്പം അവരിൽ ഒരാളെ പോലെയാണ് ഞാൻ പ്രവർത്തിച്ചത്. AK ആന്റണി എന്ന് പറഞ്ഞ ഒരു വികാരമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക്. അപ്പോൾ കുറച്ച് കോൺഗ്രസ് വോട്ടൊക്കെ അനിൽ ആന്റണിയിലേക്ക് ആ ഒരു ഇഷ്ടം കാരണം പോകും, അങ്ങനെ ഒരു തോന്നലുണ്ടോ? AK ആന്റണിയെ പോലെ ആദർശധീരനായ ഒരു വ്യക്തിയെ തള്ളിപ്പറയുകയും വഞ്ചിക്കുകയും ചെയ്ത ഒരാളെ കുറിച്ച് ഒരാൾക്കും ഒരു സിമ്പതിയില്ല, ഓരോട്ടും പോകത്തില്ല. പുൽവാമ വിഷയം ആ ഒരു പരാമർശത്തിൽ അനിൽ ആന്റണി അല്ലെങ്കിൽ BJP ഒക്കെ ഉന്നയിക്കുന്നത് ഒരു രാജ്യദ്രോഹ ഒരു റോളിലൊക്കെ മുദ്ര കുത്താനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ്? ഞാൻ പ്രത്യേകമായിട്ടൊന്നും ഉന്നയിച്ചിട്ടില്ലോ. ഞാൻ BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്ന
4 സംസ്ഥാനങ്ങളിൽ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ പ്രചരണം, ആ ഫണ്ടൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ കോൺഗ്രസ്? ഞങ്ങൾക്ക് പണമില്ലാതെയും പ്രവർത്തിക്കാമെന്ന് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു കൊടുക്കുക.